ഹായ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭാരങ്ങൾ ഇങ്ങനെ കുന്നുകൂടി വരുന്നുണ്ടാവില്ലേ? മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ, നമ്മൾ ചെയ്തിട്ടുള്ള അബദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ വലിയൊരു കുറ്റബോധമായിട്ട് മാറിയിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സന്തോഷം വന്നാൽ അത് സന്തോഷിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് അല്ലേ? നമുക്കറിയാം, പൊതുവെ സ്ത്രീകളായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് അല്ലേ? നമുക്ക് എന്ത് ചെയ്താലും അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റെക്ക് വരും അല്ലേ? ഒരു സ്മൂത്തായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം മുതലേ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയവരായിരിക്കും അല്ലേ? നമ്മൾ നീറി കഴിയുന്നവരായിരിക്കാം പലരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ മുന്നിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മളെന്നും കാണുന്ന ആളുകൾ വരെ നമ്മളോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അവർക്കൊന്നും ക്ഷമിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിച്ച് കൊടുക്കുക. അവരോട് നമ്മൾ പോയി ക്ഷമിച്ചു, നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്ഷമിച്ച് തന്നിരിക്കുന്നു, അങ്ങനെയൊന്നും ചെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് അവർക്ക് മാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ എഴുതുക. നിങ്ങളൊരു ലെറ്റർ എഴുതുക. നിങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ആരാണോ അവരൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ട് നിങ്ങളൊരു ലെറ്റർ എഴുതുക അവർക്ക്, അവരുടെ പേര് വെച്ചിട്ട്. എന്താണ് നിൻ്റെ പ്രശ്നം, നിനക്ക് എന്തൊക്കെ പ്രശ്നം ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നിങ്ങളായൊരു ലെറ്ററിൽ എഴുതുക. എന്നിട്ട് ലാസ്റ്റ് നിനക്ക് ഞാൻ ക്ഷമിച്ച് തന്നിരിക്കുന്നു എന്ന് എഴുതിയിട്ട് നിങ്ങളത് കത്തിച്ച് കളയുകയോ കീറിക്കളയുകയോ ചെയ്യാം. ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മളിലുള്ള എല്ലാ പ്രശ്നങ്ങളും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ് അല്ലേ, എന്നും എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അങ്ങനെ നമ്മളെ മനസ്സിനെ തന്നെ കുത്തി നോവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ചിലപ്പോൾ നമുക്ക് തോന്നാം, ഇത്രയും എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തിയോട് ഞാൻ എന്തിന് പുറത്തു കൊടുക്കണം, അങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ചെയ്യുന്നതെന്നുള്ളതുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മുടെ മനസ്സിൽ ഒരു ആത്മസംതൃപ്തി നമുക്ക് ഉണ്ടാക്കാനും മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അത് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളോട് തന്നെ ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളത് നശിപ്പിച്ച് കളയാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് നമുക്ക് കിട്ടും, സന്തോഷകരമായൊരു ലൈഫ് നമുക്ക് കിട്ടും. നമുക്കെല്ലാവർക്കും പുറത്തു കൊടുക്കാനായിട്ടും ക്ഷമിച്ചു കൊടുക്കാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു.